ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഫോണുകളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. നോർമൽ നിങ്ങൾ ഓൾറെഡി പ്രൈം മെമ്പറും അതുപോലെ തന്നെ പ്ലസ് മെമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു നല്ലൊരു സൗണ്ട് ബാർ നോക്കുന്നുണ്ട്, സാംസങ്ങിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും. ഓൾറെഡി ഞാൻ സാംസങ്ങിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തേക്ക് ഒരെണ്ണം നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ സെയിൽസ് തുടങ്ങിയല്ലോ. അപ്പോൾ ഫോണുകൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രൈസ് കൂടാണ്. കുറേ ബ്രാൻഡുകളുടെ ഓൾറെഡി കൂടി, പക്ഷേ ചില ഓഫറും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് ക്യാമറ ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 50,000-ൻ്റെയും 70,000-ൻ്റെയും അല്ലെങ്കിൽ 50,000-ൻ്റെ ഇടയിൽ വരുന്ന ബെസ്റ്റ് ക്യാമറ ഫോണുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കി നോക്കാം. ajnv.banksupport.in താഴെയുണ്ട്. നിങ്ങൾക്ക് എലിജിബിലിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം എന്തായാലും നമുക്ക് 50,000 റേഞ്ചിൽ തന്നെ തുടങ്ങാം. അപ്പം 50,000 റേഞ്ചിൽ ഇപ്പം നമുക്ക് ആക്ച്വലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. എൻ്റെ ഓൾറെഡി ഉണ്ട് നമ്മുടെ മോട്ടോറോള സിഗ്നേച്ചർ. ഇതൊക്കെ നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൽ ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോൺ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഫ്രോഡിൻ്റെ പരിപാടികളാണ് അതിനാണ് മിക്ക ആൾക്കാരും ഈ ഫ്രോഡ് ലോൺ ആപ്പിലൊക്കെ പോയി പെടുന്നത്. എന്താ പറയുക, സ്കാമേഴ്സിൻ്റെ ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, OLX പോലെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 52-53 രൂപയ്ക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും. ഇതേപോലത്തെ നിങ്ങൾക്ക് വിവോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതല്ല, നമ്മുടെ എന്താ പറയുക, വിവോൻ്റെ X200T നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ 49,999 ഇപ്പോൾ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അത് 5,000 രൂപ ഫ്ലിപ്കാർട്ട് കൂപ്പണും 5,000 രൂപ ക്രെഡിറ്റ് കാർഡ് ഓഫറാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ക്രെഡിറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഫോണുകൾ നിങ്ങൾക്ക് 50,000 റേഞ്ചിൽ നോക്കാം. 50,000-ൻ്റെ മുകളിൽ വരുന്ന ഫോണുകളാണ് പറഞ്ഞത്. 50,000-ൻ്റെ താഴെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന രണ്ട് ഫോണുകളാണ് നമ്മുടെ ഈ രണ്ടെണ്ണം. നമ്മുടെ ഒപ്പോൻ്റെ Find X9-ഉം അതുപോലെ തന്നെ വിവോയുടെ X300-ഉം. ഇതൊക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇപ്പോൾ കൂടുട്ടാ. നിങ്ങൾ ആൾറെഡി സെയിൽസും ഈ സമയത്ത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കുക. എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടും. നിങ്ങൾക്ക് ഓൾറെഡി വിവോ X200 FE ഇറങ്ങിയ പ്രൈസ് അറിയാമായിരിക്കും. 80,000 രൂപയ്ക്ക് അറിഞ്ഞത്. ഈ സാധനം ഇറങ്ങിയത് 75,000 രൂപയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇനി കൂടാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ X9 ഒപ്പോ Find X9 ഇത് നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതിട്ടാ. അപ്പോൾ ഇതെല്ലാം അണ്ടർ ഒരു 1 മന്താണ് ഫുൾ ബോക്സ് ബില്ലും കാണാനൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രം എല്ലാം 12GB 256GB വേരിയൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വേറെ രണ്ട് കിടിലൻ ആ റേഞ്ചിൽ വരുന്ന ഫോണുകൾ. എല്ലാത്തിൻ്റെയും കാര്യം ഞാൻ സ്പെസിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ എന്താ പറയുക ഫ്ലിപ്കാർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ടാഗ് ചെയ്യാന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കുറേ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ OnePlus 15 ഒന്നും ഞാൻ ഈ റേഞ്ചിൽ പറയുന്നില്ല. OnePlus 15 ഒന്നും ക്യാമറ റേഞ്ചിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. OnePlus ഓൾറെഡി അതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കൊരു ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ iPhone 16 വേണമെങ്കിൽ വാങ്ങിക്കാം. 58,900 59 രൂപയ്ക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയൻ്റേ കിട്ടുള്ളൂ. ക്യാമറ മെയിൻലി വീഡിയോ പർപ്പസ് ആണെങ്കിൽ ആ സാധനം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ iPhone 17 പോയിരിക്കും നല്ലത്. ഇത് 70 ആ റേഞ്ചിലൊക്കെ വരും എന്തായാലും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമ്മുടെ എന്താ പറയുക S25 സാംസങ്ങിൻ്റെ S25 ഉണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിൾ Pixel 10 ഉണ്ട്. ഈ രണ്ടെണ്ണം ഞാൻ മെയിൻലി അങ്ങനെ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അൺബോക്സിങ്. ഞാൻ Pixel 10 ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വിറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ കാരണം വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സെൻസേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പിക്സലിൻ്റെ പ്രൊസസ്സർ ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര പറകിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പക്ഷേ സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ S25 57-58 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. സാംസങ് S25 53,999 അതാണ് ഇവരുടെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കുള്ള പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതെന്താ ഓഫറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 59,999 ആണ്. 12GB 256GB വേരിയൻ്റ് കേട്ടോ. നിങ്ങൾക്ക് ഇത് 56 രൂപയ്ക്ക് കാർഡ് ഡിസ്കൗണ്ട് ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡും SBI കാർഡൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പോൾ സാംസങ് ഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക്. പിന്നെ പിക്സൽ ആയാലും 59,999 നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന S25 ആയിക്കോട്ടെ, അതും 70 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. S26 നോക്കി കഴിഞ്ഞാൽ 80,000 റേഞ്ചിൽ പോകും. പക്ഷെ അതിലും ഈ സാംസങ് S25 S26 അതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൻസർ ആകുമ്പോൾ കുറേ കാലമായിട്ട് സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്, 10ഉം 12ഉം. അപ്പോൾ അത് തീരെ ജസ്റ്റിഫൈ ആവുന്നില്ല പ്രൈസിന്, അതാണ് കുഴപ്പം. അല്ലാണ്ട് പൊട്ട ഫോട്ടോ എന്നല്ല ഉദ്ദേശിച്ചത്. ഇതുവരെയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വിവോ ആയിട്ടും ഒപ്പോ ആയിട്ടും ബാക്കിയുള്ള ബ്രാൻഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതങ്ങോട്ട് ആ പ്രൈസിന് അങ്ങോട്ട് ഒരു വാല്യൂ തരുന്നില്ല, അതാണ് കുഴപ്പം കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ക്യാമറ ഫോൺ എന്ന് പറയാനുള്ള വേറെ മെയിൻലി ബ്രാൻഡൊന്നും ഇല്ല. പിന്നെ ഈ റേഞ്ചിൽ വേറെ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, OnePlusന്റെ 15 കിട്ടും. OnePlusന്റെ എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂടിയിട്ടാണ്, 15 കൂടി, നോഡും എല്ലാം കൂടിയുണ്ട് ഇപ്പോൾ. പിന്നെ ഐക്യൂന്ന് ഷവമി ഉണ്ട്, ഷവമ ഓൾറെഡി പിന്നെ ആ റേഞ്ചിൻ്റെ പുറത്താണ്. അപ്പോൾ ഇത്രയും ഫോണുകളാണ് നമ്മൾ ആക്ച്വലി ക്യാമറ ഫോൺ റേഞ്ചിൽ പറയുന്നത്. എല്ലാ സാധനവും നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് എല്ലാം. ഓഫറും ഈ മെയിൻലി വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. പിന്നെ ഓപ്പൺ ബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം എടുക്കാട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിക്കാൻ മറക്കണ്ട. പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കാൻ നമ്മൾ പറയാം. നമ്മൾ നോർമലി ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്ന പോലെ ഇപ്പോൾ വാങ്ങിക്കേണ്ട ഫോൺ അടുത്ത മാസം പുതിയ ഫോണുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ അല്ല. ഇനി പ്രൈസ് എല്ലാ ബ്രാൻഡുകളുടെയും കൂടും. കുറേ ബ്രാൻഡുകളുടെ ഓൾറെഡി കൂടി, ഇനിയിപ്പോൾ കൂടാൻ പോകും. ഇറങ്ങിയ ഫോണുകളടക്കം കൂടും. അപ്പോൾ അതിന് മുമ്പ് വാങ്ങിച്ചു വയ്ക്കുക കേട്ടോ, വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം.